ഹായ് ഫ്രണ്ട്സ്. ഹോളിവുഡിന് ക്രിസ്ത്യൻ ബെയിൽ, ബോളിവുഡിന് ആമിർ ഖാൻ, കോളിവുഡിന് വിക്രം. ഈ പറഞ്ഞു വന്നത് ചില സിനിമകൾക്ക് വേണ്ടി അത്രയും ഡെഡിക്കേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കൊടുക്കുന്ന ആക്ടേഴ്സിൻ്റെ പേരാണ്. മലയാള സിനിമാ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ആക്ടേഴ്സിനെ കാണാൻ പറ്റില്ല. ചില സിനിമകൾക്ക് വേണ്ടി മമ്മൂട്ടി, ജയസൂര്യ ഇവരൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് നടന്മാരൊന്നുമില്ല. അതിനൊരു അറുതി വരുത്തിയിരിക്കുകയാണ് ആര്? പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ച് പറയണമല്ലോ. ഇതൊരു റിവ്യൂ വീഡിയോ ആയിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കംപ്ലീറ്റ് ഒരു അപ്രീസിയേഷൻ വീഡിയോ ആണ്. ഒരു നോവല് സിനിമയാക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ആടുജീവിതം എന്ന നോവലിന് 5/5 എന്നുള്ള റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3.5/5 സിനിമക്ക് വന്നാൽ പോലും അതൊരു ഗംഭീര അനുഭവമാണ്. പക്ഷേ ആ ഒരു സിനിമ 5/5 എന്നുള്ള റേറ്റിംഗ് ഡെലിവർ ചെയ്യണമെങ്കിൽ എത്രമാത്രം എഫേർട്ട്, അതായത് സിനിമയിൽ നോവലിനെ സംബന്ധിച്ച് അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. ഉദാഹരണത്തിന് നോവലിൽ നമുക്ക് ആത്മകഥ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും. സിനിമയിൽ എങ്ങനെ അത് കാണിക്കും? അവിടെയാണ് ബ്ലസ്സി എന്നുള്ള സംവിധായകൻ, തിരക്കഥാകൃത്ത്, സംഭാഷണം കൂടി എഴുതിയത് അയാളാണ്. അദ്ദേഹത്തിൻ്റെ വിജയം ഒരുപക്ഷെ കരിയറിൻ്റെ പീക്കിൽ മോഹൻലാൽ, മമ്മൂട്ടി ഇവരെ വെച്ചിട്ട് 5 പടങ്ങൾ എടുത്ത സംവിധായകൻ. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും കരിയർ എടുത്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ ബെസ്റ്റ് ഫിലിംസിൽ 5 ഏതെങ്കിലും 5 പടമല്ല. അങ്ങനെയുള്ള സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ 15 വർഷങ്ങൾ മാറ്റിവെക്കുകയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. 15 വർഷങ്ങൾ കൊണ്ട് ബ്ലസ്സി എന്നുള്ള സംവിധായകന് ഒരു 4-5 പടങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മിനിമം ഗ്യാരണ്ടി വെച്ചിട്ട് ഈ 4-5 പടങ്ങളും ഒന്നുകിൽ ക്രിട്ടിക്കലി വളരെ നല്ല പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സക്സസ് ആയിരിക്കും. പക്ഷെ അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒറ്റ ആടുജീവിതം മതി. മലയാളിക്ക് മുമ്പിലായിക്കോട്ടെ, ഒരു ഇന്ത്യക്കാരന് മുമ്പിലായിക്കോട്ടെ, ഇനി ലോകത്തിലെ ഏതൊരാൾക്ക് മുമ്പിലായിക്കോട്ടെ, ഇതാണ് നമ്മുടെ മലയാള പടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ് ടൈറ്റിൽ പോലും ഇല്ലാതെ നമുക്ക് മുമ്പിൽ കൊണ്ടുവെക്കാൻ പറ്റിയൊരു പടം സമ്മാനിച്ച സംവിധായകനാണ് ബ്ലസ്സി. അങ്ങനെ ഒരു സംവിധായകൻ മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു പടം ഇത്ര ഗ്രാൻഡ് സ്കെയിലിൽ കൊണ്ടുവരാൻ വേണ്ടി നടക്കുമോ? ഇല്ല. അതിന് അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു നടൻ കൂടി വേണം. 2009 ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ പൃഥ്വിരാജിൻ്റെ വയസ്സ് 25. ആ സമയത്ത് ഇങ്ങനെ ഒരു പടം പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റുമായിരുന്ന വേറെ ഏത് നടനായിരിക്കും ഉണ്ടാവുക? എൻ്റെ മനസ്സിൽ വന്നത് ജയസൂര്യ, ഫഹദ് ഫാസിൽ. ഫഹദ് ആ സമയത്ത് അത്രയും ഒരു ലെവൽ നടനായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ജയസൂര്യ തീർച്ചയായും കരിയറിന് തുടക്കം മുതൽ ഒരു ആക്ടിങ് വൈസ് ഗംഭീര പെർഫോമൻസ് കൊടുക്കുന്ന ഒരു നടനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അഭിപ്രായപ്പെട്ടിരുന്നു, ഒരു പക്ഷേ ഫഹദോ ജയസൂര്യോ ആണിത് ചെയ്തിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റ് സംഭവം നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത്. കാരണം പൃഥ്വിരാജിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ കുറേ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ടിങ് വൈസ് ആണ് പറയുന്നത്. അതിൻ്റെ കൊമേഴ്സ്യൽ സക്സസ്സോ ക്രിട്ടിക്കൽ സക്സസ് വെച്ചിട്ടല്ല. കുറേയൊക്കെ നാടകീയത നിറഞ്ഞ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ബെസ്റ്റ് ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താലൊന്നും പൃഥ്വിരാജ് ആ ലിസ്റ്റിൽ വരില്ല, ഒരു എബോ ആവറേജ് നടൻ. പക്ഷെ ജയസൂര്യയും ഫഹദും അങ്ങനെയല്ല. പക്ഷേ ആ പറഞ്ഞതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാനൊന്നുമില്ല. അതാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. ഈ സിനിമയിലെ പെർഫോമൻസിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡൊക്കെ മിനിമാണ്. പക്ഷെ നാഷണൽ അവാർഡിൻ്റെ കഴിഞ്ഞ പോലത്തെ അവസ്ഥയൊക്കെ കണ്ടാൽ അതിൽ പ്രതീക്ഷയൊന്നുമില്ല. പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഇല്ലെങ്കിൽ 2024 നാഷണൽ അവാർഡ്, മികച്ച ആക്ടറിനുള്ള നാഷണൽ അവാർഡ്, ഇതെപ്പോഴാണ് സെൻസർ ചെയ്തതെന്ന് അറിയില്ല. ചിലപ്പോൾ 2023 അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണോ ആ വർഷത്തെ നാഷണൽ അവാർഡ് പൃഥ്വിരാജിന് തന്നെ ആയിരിക്കും. പക്ഷേ അൺബയസ്ഡ് ആയുള്ള ഒരു ജൂറി ആയിരിക്കണം അത് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫഹദിനെയോ ജയസൂര്യനെയോ ഉൾപ്പെടുത്താത്തതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്തുള്ള 2009 ബ്ലസ്സി ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം പൃഥ്വിരാജിൻ്റെ ഒരു റേഞ്ച് വെച്ചിട്ട് എല്ലാ ഭാഷകളിലുള്ള കണക്ഷൻ, തെലുഗു പ്രഭാസ് ആയിക്കോട്ടെ, തമിഴിൽ കമൽഹാസൻ, സൂര്യ തുടങ്ങി എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. ഹിന്ദിയിൽ നമ്മൾ കണ്ടു, അക്ഷയ് കുമാർ ഇദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു കണക്ഷൻ ഒരു ഗ്ലോബൽ സ്കെയിൽ ഇറങ്ങുന്ന പടത്തിന് തീർച്ചയായും ഉപകാരപ്പെടും. പിന്നെ ഫഹദോ ജയസൂര്യോ ആയിരുന്നെങ്കിൽ എല്ലാ ഭാഷയിലും ഓടി നടന്ന് ഇത്രയും പ്രൊമോഷനും കൂടി ചെയ്യായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പടത്തിനെ സംബന്ധിച്ചും പൃഥ്വിരാജ് ഇതിൽ ആക്ട് ചെയ്തത് അത്രയും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്.
അദ്ദേഹത്തിനെ സംബന്ധിച്ച് മാർച്ച് 28 എന്നുള്ള ഡേറ്റ് കൂടി ഒരു ഭാഗ്യ ഡേറ്റാണ്. 2019 മാർച്ച് 28 ലൂസിഫർ അദ്ദേഹത്തിന്റെ സംവിധാനമുള്ള ആദ്യ പടം ഗംഭീര ഹിറ്റായിരുന്നു. 2024 മാർച്ച് 28 ആടുജീവിതം എനിക്ക് ഉറപ്പാണ് ഇൻഡസ്ട്രി ഹിറ്റാണ്. ഇനി 2025 മാർച്ച് 28 എമ്പുരാൻ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നടന്നാൽ അതും അടുത്ത ഇൻഡസ്ട്രി ഹിറ്റായിരിക്കും. ഈ പടത്തിലെ ഓരോ സീനുകളെ കുറിച്ച് ഇതിങ്ങനെയായിരുന്നു, അതിൽ ഇത്ര നന്നായി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് മാത്രമല്ല, ബാക്കിയുള്ള കാസ്റ്റ് ആയിക്കോട്ടെ, ഹക്കീമായി എത്തിയ ഗോകുൽ, പിന്നെ ഇബ്രാഹിം ഖാദിരി എത്തിയ ജിമ്മി എന്നുള്ള ആ ഒരു ഹെയ്ത്തി ആക്ടറാണെന്നാണ് കണ്ടത്. ഇവരൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. പക്ഷേ ഇന്നേ ഒരു മൊമെന്റ് അതൊന്നും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സിനിമ അത് ആസ്വദിക്കുക തന്നെയാണ് വേണ്ടത് തിയേറ്ററിൽ. ഇനിയിപ്പോൾ ടെക്നിക്കൽ സൈഡ് വന്നാൽ ഫസ്റ്റ് തന്നെ പറയേണ്ടത് മിസ്റ്റർ സുനിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അതിൻ്റെ എഫേർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ എത്രയോ ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് പറയുന്നത് കണ്ടാണ്, അപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ലെജൻഡാണ് AR റഹ്മാൻ, അതിനെക്കുറിച്ചും എടുത്തു പറയുന്നില്ല. സൗണ്ട് മിക്സിംഗ് അടുത്ത ലെജൻഡ് റസൂൽ പൂക്കുട്ടി. എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ്, അത് മറ്റൊരു ലെജൻഡ്. അങ്ങനെ ഏത് ടെക്നിക്കൽ സൈഡ് നോക്കിയാലും അത്രയും മികച്ചൊരു ടീം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു സംവിധായകനെ കൊണ്ട് മാത്രം ഇത് നടക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീം, കോസ്റ്റ്യൂംസ് രഞ്ജിത്ത് അമ്പാടി, പിന്നെ ഇതിൻ്റെ കഥ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, ബെന്യാമിൻ്റെ പേര് ഞാൻ പരാമർശിച്ചില്ല ഇതുവരെ. അപ്പോൾ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെയാണ്. ഇങ്ങനെ ഒരു മൂലകഥ നജീബ് എന്നുള്ള അയാളുടെ ആ ഒരു ജീവിത സാഹസം മലയാളിക്ക് മുമ്പിൽ എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് ബെന്യാമിനാണ്. ഞാൻ അമല പോളിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. വളരെ കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ അതിമനോഹരമായിട്ട് സൈനു എന്നുള്ള ക്യാരക്ടറിനെ അമല പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നജീബുകളുടെ കോമ്പിനേഷൻ സീൻസൊക്കെ അതിഗംഭീരം. നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നാച്ചുറാലിറ്റി. ഇതിൻ്റെ ദൈർഘ്യം 2 മണിക്കൂർ 53 മിനിറ്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നാട്ടിലുള്ള സീനൊക്കെ കുറേ കാണിച്ച് അങ്ങനെ ലാഗ് കുറച്ച് അടുപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷെ ഒരു സെക്കൻഡ് പോലും ലാഗ് ഈ പടത്തിലില്ല എന്നെ സംബന്ധിച്ച്. 2 മണിക്കൂർ 53 മിനിറ്റ് സിനിമാറ്റിക് മാർവൽ. അത് കാണാൻ വേണ്ടി ധൈര്യമായിട്ട് ആർക്ക് വേണ്ടെങ്കിലും ടിക്കറ്റ് എടുക്കാം. അത് പുസ്തകം വായിച്ച ആളായിക്കോട്ടെ, പുസ്തകം വായിക്കാത്ത ആളായിക്കോട്ടെ. ഇനി റേറ്റിംഗിലേക്ക് വന്നാൽ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 5 ഔട്ട് ഓഫ് 5 അല്ലാതെ ഇതിന് വേറെ റേറ്റിംഗ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഇനിയിപ്പോൾ ബോക്സ് ഓഫീസിലേക്ക് വന്നാൽ കേരള ബോക്സ് ഓഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഷുവർ ഷോട്ടായിട്ട് ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും. റെസ്റ്റ് ഓഫ് ഇന്ത്യ പറയുന്നതാണെങ്കിൽ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട്, മഞ്ഞുമൽ ബോയ്സ് പ്രേമലൊക്കെ നേടുന്ന കളക്ഷൻ അനുസരിച്ചിട്ട്, പിന്നെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഫെയിം അനുസരിച്ചിട്ട് തമിഴ്നാട് നല്ല കളക്ഷൻ വരും. ആന്ധ്ര തെലങ്കാനയും പ്രഭാസൊക്കെ നല്ല ബൂസ്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെ അവിടെയും നല്ല കളക്ഷൻ വരും. കർണാടക എനിക്ക് വലിയ ധാരണയില്ല. പിന്നെ ഹിന്ദി ബെൽറ്റ് നോക്കുകയാണെങ്കിൽ ബഡേ മിയ ചോട്ടെ മിയ ഓൾറെഡി അവിടെ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ റിലീസ് ഇവന്റിലായിരുന്നു അക്ഷയ് കുമാർ ഈ പടത്തിനെ പ്രശംസിച്ചത്. അപ്പോൾ ഹിന്ദി ബെൽറ്റിലും നല്ലൊരു കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. വേൾഡ് വൈഡ് ഗ്രോസ് ആണ് എനിക്ക് കുറച്ച് സംശയമുള്ളത്. കാരണം മഞ്ഞുമൽ ബോയ്സ് ഓൾറെഡി 200 കോടി കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആടുജീവിതത്തിന് UAE മാത്രമേ GCC റിലീസുള്ളൂ. ബാക്കിയുള്ള കൺട്രികളൊക്കെ ബാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലൂസിഫറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഫ് ദ കളക്ഷനും വന്നത് GCC ആണ്. അപ്പോൾ ആ ഒരു ബെനഫിറ്റ് ഇവിടെ ആടുജീവിതത്തിന് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സിനെ ഇത് മറികടക്കുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്ന് മാർച്ച് 28, കറക്റ്റ് 13 ദിവസം കഴിഞ്ഞാൽ ഏപ്രിൽ 10 ബഡേ മിയ ചോട്ടെ മിയ റിലീസാണ്. ബോളിവുഡ് ആക്ഷൻ ചിത്രം. അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും നായകരാകുന്ന ചിത്രത്തിൽ മെയിൻ വില്ലനായി എത്തുന്നത് പൃഥ്വിരാജാണ്. ഇവിടെ ആടുജീവിതത്തിൽ എന്ത് ചെയ്തോ അതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് സംഭവം നമുക്ക് ബഡേ മിയ ചോട്ടെ മിയയിൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കാം.